പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരെ നമ്മൾക്ക് എങ്ങനെ സന്തോഷിപ്പിക്കാൻ സാധിക്കും? ഈ ഒരു അറിവ് എനിക്ക് വളരെ വൈകിയാണ് വന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അത് വളരെ നല്ലത്. അതായത് നമ്മൾ സാധാരണ വിചാരിക്കുന്നത് വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ട്, പ്രായമായിട്ടുള്ളവരാണ്, വീട്ടിലുള്ള എല്ലാ ചെലവും ഞാൻ കൊടുക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് അവർക്ക് പൈസ എന്ന് നമ്മൾ ആലോചിക്കും. ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കരുത്. പ്രായമായിട്ടുള്ള മാതാപിതാക്കൾക്ക് നിങ്ങൾ ഓരോ മാസവും നിങ്ങൾ സമ്പാദിക്കുന്നതിൻ്റെ ഒരംശം 100 രൂപയെങ്കിൽ 100 രൂപ അവരുടെ കയ്യിൽ കൊടുക്കുക. അവർക്കിഷ്ടമുള്ള രീതിയിൽ ചിലവാക്കട്ടെ. അല്ലെങ്കിൽ 500 രൂപ കൊടുക്കുക. അങ്ങനെ ഓരോ മാസവും നിങ്ങൾ അവരുടെ കയ്യിൽ ഒരു നിശ്ചിത ശതമാനം വീതം പൈസ നിങ്ങൾക്ക് എത്ര സാധിക്കുന്നുമോ അത് നമ്മൾ കൊടുക്കുക. ഒരു കാരണവശാലും ഇങ്ങനെ വിചാരിക്കരുത്, വീട്ടിലെ എല്ലാ ചിലവും ഞാനാണ് നടത്തുന്നത്, അവർക്ക് പൈസയുടെ ആവശ്യമില്ല എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾക്ക് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു, അവർ ഓരോ കാര്യത്തിനും പൈസ തന്നിട്ടുണ്ടായിരുന്നു. ഇതിനെ ആലോചിച്ചുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ ചെയ്യുക. നമ്മൾക്കൊരിക്കലും ധനത്തിൻ്റെ കുറവുണ്ടാവില്ല. ധനം ഇഷ്ടം പോലെ നമ്മളുടെ വീട്ടിൽ കുമിഞ്ഞുകൂടും, ധാരാളം കുമിഞ്ഞുകൂടും അവരുടെ അനുഗ്രഹം കൊണ്ട്. അത് കാരണം തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ ആവശ്യങ്ങളുണ്ടാവും. അതിനെല്ലാ സമയത്തും കൈനീട്ടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, അതേപോലെ തന്നെ മരുന്നിൻ്റെ ആവശ്യമുണ്ടാകാം, പുറത്തു പോകേണ്ട ആവശ്യമുണ്ടാകാം. അതൊന്നും അവർ നിങ്ങളോട് ചിലപ്പോൾ പറയില്ല, പറയാൻ മടിച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതിനാൽ ഒരു നല്ല പുത്രനാകാൻ, നല്ല പുത്രിയാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും നിങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാ മാസവും ഒരു നിശ്ചിത സംഖ്യ അവർക്ക് കൊടുക്കുക. ഇനി സംഖ്യ ആവശ്യമില്ലെങ്കിൽ അവർക്ക് എന്ത് ആവശ്യമുണ്ടോ അത് ഓരോ മാസവും നിങ്ങൾ കൊടുക്കുക. പ്രധാനമായിട്ടും പൈസ ഇല്ലാത്തവർക്ക് ധനം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഈ കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. ഇതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും നഷ്ടമുണ്ടാവില്ല, ഒരുപാട് ലാഭമുണ്ടാകും. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും വിശ്വസിക്കുക. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക.